നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളാഞ്ചേരി അത്തിപ്പറ്റി ദുരൂഹത ഉയർത്തി സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി ഇതിന്റെ ഉടമ വിദേശത്താണ് താമസമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വീട്ടിൽ ആൾതാമസമൊന്നുമില്ല. ആകെയുള്ളതൊരു സെക്യൂരിറ്റിക്കാരൻ മാത്രം. ഈ ഒരു ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിനുള്ളിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറം വളാഞ്ചേരിയിലെ അത്തിപ്പറ്റയിലാണ് ഈ 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത ആദ്യം പുറത്തു വന്നത്. സമീപത്തെങ്ങും കണ്ട് പരിചയമുള്ള സ്ത്രീ അല്ല എന്നൊക്കെയായിരുന്നു ആദ്യം നാട്ടുകാരൊക്കെ പ്രതികരിച്ചിരുന്നത്. പിന്നീടായിരുന്നു ഇത് അത്തിപ്പറ്റ സ്വദേശിനിയായ ഫാത്തിമയുടെ മൃതദേഹമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. സമീപത്തെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ഫാത്തിമ. തീർത്തും ദുരൂഹമായ മരണം. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് വാട്ടർ ടാങ്കിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടുകാർ വിദേശത്ത് പോയതിനാൽ മാസങ്ങളായി തന്നെ അടച്ചിട്ടിരിക്കുന്ന വീടാണിത്. സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. രാവിലെ ടാങ്ക് വൃത്തിയാക്കാൻ എത്തിയ തൊഴിലാളിയാണ് ആദ്യമായി ഈ മൃതദേഹം കണ്ടത്. ഒഴിഞ്ഞ ടാങ്കിൽ ആമയെ വളർത്തുന്നുണ്ടായിരുന്നു. ഇതിന് തീറ്റ കൊടുക്കാനായി എത്തിയപ്പോഴാണ് ജോലിക്കാരൻ മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. മരിച്ച യുവതിയുടെ ദേഹത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മോഷണ ശ്രമത്തിനിടെയുള്ള കൊലപാതകമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാവിലെ 10 മണിയോടെയാണ് ഫാത്തിമ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് വിവരം. സംഭവം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം ഉൾപ്പെടെ വ്യക്തമാകൂവെന്നാണ് പോലീസ് പറയുന്നത്. വളാഞ്ചേരി CI ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വെങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള താമസക്കാരില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഫാത്തിമ മരിച്ചു കിടക്കുന്നതായി ഈ വീട്ടിലെ ജോലിക്കാരനാണ് കണ്ടെത്തിയത്. ഈ വീടിന്റെ അയൽവീട്ടിലാണ് ഫാത്തിമ ജോലി ചെയ്യുന്നത്. ഞായറാഴ്ച രാവിലെയോടെ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ജോലിക്കാരൻ എത്തിയപ്പോഴാണ് ഈ ഒരു വാർത്ത പുറംലോകം അറിയുന്നത്. ഉടൻ തന്നെയായിരുന്നു പോലീസിൽ വിവരമൊക്കെ അറിയിച്ചത്. പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് ഫാത്തിമയാണെന്ന് നാട്ടുകാർ തന്നെ തിരിച്ചറിഞ്ഞത്. ഫാത്തിമ ഇന്നലെയും ജോലിക്കായാണ് ഇവിടെ നിന്ന് ഇറങ്ങിയതെന്ന് തന്നെയാണ് ബന്ധുക്കളൊക്കെ പറയുന്നത് തന്നെ. വീട്ടിലെ ലവ് ബേർഡ്സിനും മറ്റും തീറ്റ കൊടുത്ത് മടങ്ങിയതിനു ശേഷമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രദേശത്ത് മറ്റൊരു വീട്ടിൽ സ്ഥിരമായി വീട്ടുജോലിക്ക് പോകുന്ന ഫാത്തിമ ജോലിക്കെന്ന് പറഞ്ഞാണ് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. എന്നാൽ ജോലി ചെയ്യുന്ന വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് അപ്പോൾ തന്നെ മടങ്ങിയെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് ഫാത്തിമ എത്തിയത് എങ്ങനെയാണെന്നോ എന്തിനാണെന്നോ ഇനിയും വ്യക്തമല്ല. ഇവിടേക്ക് വരുന്നത് തന്നെ ആരും കണ്ടിട്ടുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. മലപ്പുറത്ത് നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. തിരൂർ DYSP മൂസ വെള്ളിക്കാടൻ, CI ബഷീർ ചിറക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൃതദേഹം കണ്ടെത്തിയ വാട്ടർ ടാങ്കിലെ വെള്ളം കൃഷി ആവശ്യത്തിനൊക്കെയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ടാങ്കിൽ ആമകളെയും വളർത്തിയിരുന്നു. ഈ വീടിന്റെ ഉടമസ്ഥനും കുടുംബവും വർഷങ്ങളായി വിദേശത്തായതിനാൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഫാത്തിമയുടെ ശരീരത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ സൂചനകളൊന്നും തന്നെയില്ല. മൃതദേഹത്തിൽ മറ്റു പരിക്കുകളും പ്രഥമദൃഷ്ട്യ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഗവൺമെന്റ് പ്ലീഡർ PG മനു കൊല്ലത്തെത്തിയത് ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പ്രതിഭാഗത്തിനായി ഹാജരാകുന്നതിനാണ്. ഞായറാഴ്ച ഉച്ചയോടെയാണ് മനുവിനെ ആനന്ദവല്ലീശ്വരത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 12-ന് വാടക വീട്ടിലെത്തിയ ജൂനിയർ അഭിഭാഷകനാണ് മൃതദേഹം കണ്ടത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ മൃതദേഹം ഇന്ന് മൂവാറ്റുപുഴയ്ക്ക് സമീപം മാമലശ്ശേരിയിലെ വസതിയിൽ എത്തിക്കും. ഡോക്ടർ വന്ദനദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിഭാഗം അഭിഭാഷകൻ BA ആളൂരിനൊപ്പമാണ് മനു പ്രവർത്തിച്ചിരുന്നത്. കൊല്ലം ജില്ലാ കോടതിക്ക് സമീപം ആനന്ദവല്ലീശ്വരത്തിന് കേസിന്റെ ആവശ്യങ്ങൾക്കായാണ് വീട് വാടകയ്ക്കെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളത്തെ വീട്ടിൽ പോയി വസ്ത്രങ്ങളും മറ്റും കൊണ്ടുവരാനായി ജൂനിയർ അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിക്ക് വിളിച്ചു പുറപ്പെട്ടോ എന്ന് തിരക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊല്ലത്തെത്തിയ ജൂനിയർ അഭിഭാഷകൻ സുഹൃത്തിനൊപ്പം വീട്ടിലെത്തിയപ്പോഴാണ് മനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ വാതിലൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായിരുന്നു ഈ മനു. മറ്റൊരു യുവതിയെ മനു പീഡിപ്പിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം ആരോപണം ഉയർന്നതിന് പിന്നാലെ കുടുംബത്തോടൊപ്പം ഈ യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറയുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിന്റെ മാനസിക സംഘർഷമാണോ ആത്മഹത്യക്ക് പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2018-ലെ പീഡനക്കേസിന്റെ നിയമവശം ചർച്ച ചെയ്യാനായി സമീപിച്ച അതിജീവിതയെ 2024 ഒക്ടോബർ 9-ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ PG മനു ജാമ്യത്തിലായിരുന്നു. ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന കാലത്ത് മനുവിന്റെ കടവന്ത്രയിലെ ഓഫീസിൽ
അച്ഛനും അമ്മയ്ക്കുമൊപ്പം എത്തിയ തന്നെ മാതാപിതാക്കളോട് പുറത്തുപോകാൻ പറഞ്ഞ ശേഷം പീഡിപ്പിച്ചുവെന്നും തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തി പീഡന ശ്രമം തുടർന്നുവെന്നും വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നും അതിജീവിതയുടെ പരാതിയിലുണ്ടായിരുന്നു. സംഭവത്തിൽ സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ജോലി രാജിവെച്ച് മനു പോലീസിൽ കീഴടങ്ങി. കഴിഞ്ഞ മാർച്ചിലാണ് മനുവിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. തുടർന്ന് വീണ്ടും അഭിഭാഷക ജോലിയിൽ സജീവമാകുന്നതിനിടെയാണ് മറ്റൊരു പീഡന ആരോപണവും മാപ്പ് പറയുന്ന വീഡിയോയും പ്രചരിച്ചത്. ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ, NIA സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ എന്നീ നിലകളിലും മനു പ്രവർത്തിച്ചിട്ടുണ്ട്. കൈവെട്ട് കേസ്, വാഗമൺ സിമി ആയുധ പരിശീലന കേസ് എന്നിവയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും, സന്തോഷ് മാധവൻ കേസ്, ശബരിമല തന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത കേസ്, വെള്ളമുണ്ട നക്സൽ കേസ് തുടങ്ങിയവയുടെ പ്രോസിക്യൂട്ടറുമായിരുന്നു മനു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.